ഇപ്പോൾ 2015 ഇവർ ഈ 2020 ഉണ്ടാക്കുന്നതിന് എന്തിനാണ്? ഇവരുടെ ഈ ഡൈയിങ് യൂണിറ്റുകൾ വലിയ തോതിലുള്ള പരിസ്ഥിതി മലിനീകരണ പ്രശ്നം ഉണ്ടാക്കുന്നതിന് പേരിൽ വ്യാപകമായ പ്രാദേശിക രോഷം ഉണ്ടായിരുന്നു. അതിന് മുമ്പ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസിൻ്റെ ഭരണസമിതി ഇവർക്ക് പൊല്യൂഷൻ ക്ലിയറൻസ് പോലുള്ള സംഗതികൾക്ക് അത് വലിയ പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ കയ്യിലുള്ള പൈസ മുഴുവൻ ഇറക്കിയിട്ട് 2015 ഇവർ 2020 ഉണ്ടാക്കി അധികാരം പിടിക്കുന്നു. എന്തിനാണ് ഒരു വലിയ കമ്പനി, ഇതുപോലെയുള്ള ഡൈയിങ് യൂണിറ്റൊക്കെ ഉള്ള ഒരു വലിയ ടെക്സ്റ്റൈൽ കമ്പനിക്ക് പ്രാദേശിക സർക്കാരിൽ പങ്കാളിത്തം ഉണ്ടാവുക, നിയന്ത്രണം ഉണ്ടാവുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവർക്ക് അവരുടെ വ്യവസായം കൊണ്ടു നടക്കുന്നതിന് ലോക്കൽ ബോഡി അഡ്മിനിസ്ട്രേഷൻ്റെ പലതരത്തിലുള്ള പേപ്പറുകൾ ആവശ്യമുണ്ട്. ആ പ്രതിസന്ധി അവരങ്ങോട്ട് മറികടന്നു. പിന്നെന്താണ്, ജനങ്ങൾക്ക് വലിയ തോതിൽ പൈസ കൊടുക്കുന്നു, 50% വരെ ആളുകൾക്ക് ഇളവ് കൊടുക്കുന്നു സാധനങ്ങൾ വാങ്ങിക്കാൻ. പിന്നെ 10, 50, 60 കിലോമീറ്റർ ആ കിഴക്കമ്പലം പഞ്ചായത്തിൽ ഇവർ റോഡുണ്ടാക്കിയിരിക്കുന്നു, പുതിയ ആധുനിക വിളക്കുകൾ വെച്ചിരിക്കുന്നു. പിന്നെ പഞ്ചായത്തിൽ തന്നെ അംഗങ്ങളായവർക്ക് ഇവർ കുറേ പൈസ, സർക്കാർ കൊടുക്കുന്ന കുറച്ച് പൈസയാണല്ലോ ഓണറേറിയം, ഇവർ എക്സ്ട്രാ പൈസ കൊടുക്കുന്നു. അങ്ങനെ ലോയൽറ്റി പരമാവധി വർദ്ധിപ്പിക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞ മനുഷ്യൻ രാജിവെച്ച് പറഞ്ഞെന്താണ്, എല്ലാം ഭരിക്കുന്നത് സാബു സാറാണ്, നമുക്കൊരു റോളും ഇല്ല എന്നാണ്. പഞ്ചായത്ത് ഭരിക്കുന്നതും പാർട്ടി ഭരിക്കുന്നതും എല്ലാം സാബുവാണ്. അതിനകത്ത് വേറെ ജനാധിപത്യം എന്ന് പറയുന്ന ആശയത്തിനൊന്നും ഒരു റോളും ഇല്ല. അപ്പോൾ അവരെന്ന് വെച്ചാൽ അവർക്ക് കമ്പനി നടത്തുന്നതിനും അവർക്ക് അവരുടെ പൊളിറ്റിക്കലായിട്ടുള്ള നെഗോഷിയേഷനും എല്ലാം വേണ്ടി അവർ ഈ സംവിധാനത്തെ ഉപയോഗിക്കുന്നു. ആളുകൾക്ക് വേണ്ടതാണ് സൗജന്യങ്ങൾ കൊടുക്കുകയാണ്. സൗജന്യങ്ങൾ ഈ കാർഡുകൾ വഴി കൊടുക്കുന്നു. വളരെ പെട്ടെന്ന് ദൃശ്യമാകുന്ന വികസന പരിപാടികൾ കൊണ്ടുവരുന്നു. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഈ പറയുന്ന കമ്പനിയോട് വിധേയത്വമുള്ളവരായോ ആരാധനയുള്ളവരായോ ആനുകൂല്യങ്ങൾക്ക് പ്രതിഫലം കൊടുക്കാൻ സന്നദ്ധരായവരായിട്ടുള്ളൊരു കൂട്ടത്തെ അവർ സൃഷ്ടിച്ചു. അങ്ങനെ ഒരു കിഴക്കമ്പലത്തി ജയിച്ചു. അതുകൊണ്ട് കൂടിപ്പോയപ്പോൾ 4 പഞ്ചായത്ത് ജയിച്ചു. സ്വാഭാവികമായൊരു പ്രതിഭാസം അതിൻ്റെ ചെറിയ ഒരു കാലഘട്ടം മാത്രം പൂർത്തിയാക്കി അത് താഴേക്ക് വീഴുന്നതിൻ്റെ നമ്മൾ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷൻ കണ്ടു. അവർ 2 പഞ്ചായത്തിൽ മാത്രമായിട്ട് ചുരുങ്ങി. എന്ന് പറഞ്ഞാൽ 2020 എന്ന് പറയുന്ന സംവിധാനത്തിനോട് ആളുകൾക്കുണ്ടായിരുന്ന ഒരു ബൂമുണ്ടല്ലോ, അതങ്ങോട്ട് കഴിഞ്ഞു. കേരളത്തിലെ മനുഷ്യർ എന്തൊക്കെ പറഞ്ഞാലും പൊളിറ്റിക്കലാണല്ലോ. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് വീഴുന്നതിൻ്റെ സാധ്യത ഇപ്പോൾ സാബു കാണുന്നു. സാബുവിനെ അതിജീവിക്കാൻ ഇനിയുള്ള മാർഗ്ഗം എന്താണ്? BJP എന്ന് പറഞ്ഞ ഒരു മുന്നണിയിലേക്ക് പോവുക എന്നുള്ളതാണ്. ആ BJP എന്ന് പറഞ്ഞ മുന്നണിയിലേക്ക് പോകുമ്പോൾ സാബുവിനോടും സാബുവിൻ്റെ കമ്പനിയോടും സാബു ചെയർമാനായ 2020 ജനങ്ങൾക്കൊരു പ്രതിബദ്ധതയുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ അവർക്ക് അവർ ദൈനംദിന ജീവിതത്തെ സ്പർശിക്കുന്ന പരിപാടികൾ അതിനകത്തുണ്ടായിരുന്നു. അത് അവർ തമ്മിലൊരു കൊടുക്കൽ വാങ്ങലാണ്. അല്ലാതെ സാബു മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയത്തിനുള്ള പിന്തുണയായിട്ട് പോലും ഞാൻ അതിനെ പൂർണ്ണമായും കാണുന്നില്ല. അപ്പോൾ സാബുവിൻ്റെ സംവിധാനം വീഴുകയും സാബു പോയി അമിത്ഷായുടെ കൂടെ കൂടുകയും ചെയ്ത അമിത്ഷായ്ക്ക് വോട്ട് ചെയ്യേണ്ട ബാധ്യതയൊന്നും ഈ പറയുന്ന മനുഷ്യന്മാർക്കില്ല. അതുകൊണ്ടാണ് ആ പാർട്ടിയിൽ നിന്ന് ടക്ക് ആളുകൾ ഇപ്പോൾ രാജിവെക്കുന്നത് കാണുന്നത്. അതുകൊണ്ട് ഇതുകൊണ്ട് സാബുവിന് ഒരു പിന്തുണ ഉണ്ടായിരുന്നു, നേരത്തെ ഉണ്ടായിരുന്നത്ര ഇപ്പോൾ ഇല്ല. ആ ചുരുങ്ങിയ 2 പഞ്ചായത്തിലെ ആളുകളുടെ പിന്തുണ മുഴുവനായി കൊണ്ടുപോയി BJPയുടെ മാരാർജി ഭവനിൽ കൊടുക്കാമെന്നാണ് സാബു പറയുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. ആളുകൾ രാജിവെച്ച് പോകുന്നത് മാത്രമല്ല, എല്ലാ വിഭാഗം മനുഷ്യരും അതിനകത്തുണ്ട്.